Hi friends, അപ്പോൾ ദേ നമ്മുടെ ഒരു പുതിയ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ വിരുന്നിന്റെ ഒരു വീഡിയോ ആണ് ട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലടുത്ത് ഒരു വിരുന്ന് നടന്നിരുന്നു. അതിനടുത്തായിട്ടുള്ള കുറച്ച് വീഡിയോസ്. അപ്പോൾ അധികം ആരുമില്ല, നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് പറയാൻ അനിയന്റെ വൈഫിന്റെ എളാപ്പാടെ മകളും മരുമകനും അവരുടെ ഉമ്മയും മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ വിരുന്ന് ട്ടോ. അപ്പോൾ ദേ നമ്മൾ അതിന് വേണ്ടി മന്തി തയ്യാറാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നല്ല മന്തിയൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. മന്തിയുടെ മസാല കുറച്ചധികം നേരം പുരട്ടി വെക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് നമ്മുടെ മന്തിക്ക് കിട്ടുക. പിന്നെ അതുപോലെ നമ്മൾ ബീഫ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്തായിട്ട് നമ്മുടെ ബീഫ് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ കുക്കറിലിട്ടൊരു ബീഫ് ഉണ്ടാക്കുന്നതിനേക്കായൊക്കെ എത്രയോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ബീഫ് നമ്മൾ നല്ല ചെമ്പിൽ വെച്ചിട്ട് അടുപ്പത്ത് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളിവിടെ ലഗോങ്കോയുടെ ബിരിയാണിയും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മസാല ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുത്തിട്ട് നമ്മൾ ബിരിയാണി ദമ്മ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദമ്മ ഇടുന്നതിൻ്റെ വീഡിയോ ഒന്ന് മിസ്സായിട്ടുണ്ട്. നമ്മുടെ അടുപ്പിൻ്റെ 4 ഭാഗം കലങ്കോലായിട്ട് കേട്ടോ കിടക്കുന്നത്. നമുക്കറിയാമല്ലോ എങ്ങനെ ആയിരിക്കും ഒരു ബിരിയാണി ഒരു പാർട്ടിക്ക് ഉണ്ടായിരുന്നു, കിച്ചൺ എങ്ങനെ ആയിരിക്കുന്നുള്ളത്. ഇതേ നമ്മുടെ ബിരിയാണിക്ക് ദമ്മ് പൊട്ടിക്കട്ടെ. ദമ്മ് പൊട്ടിക്കുമ്പോഴുള്ള സ്മെല്ല്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് നല്ല ഫ്ലേവർ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി കേട്ടോ. അമ്മായി ബിരിയാണി വെച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ബിരിയാണി വെക്കണതിൽ ഏറ്റവും റിസ്കി ഈ മിക്സിങ് ആട്ടോ. ലാസ്റ്റിൽ നമ്മുടെ മസാലയും റൈസും കൂടെ മിക്സ് ആക്കുന്നതാണ് ഏറ്റവും പ്രയാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ നന്നായിട്ട് ആദ്യം മുകളിലുള്ള റൈസ് ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് മസാല മിക്സ് ആക്കി എടുത്താൽ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തന്നെയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ബീഫും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു തവണ ചെമ്പട്ടിയിലൊന്ന് നിങ്ങളിങ്ങനെ ബീഫ് ഒന്ന് റോസ്റ്റാക്കി വെക്കൂട്ടോ. നല്ല ടേസ്റ്റായിട്ട് നമ്മൾ കുക്കറിലോ ഇത് ചെയ്തെടുക്കുന്നതിൻ്റെയൊക്കെ ഡബിൾ ടേസ്റ്റാണ് നമ്മുടെ ചെമ്പട്ടിയിലിട്ടിട്ട് ബീഫ് ചെയ്തെടുക്കുന്നത്. കുറച്ച് താമസം പിടിക്കും നമ്മുടെ ഈ ബീഫ് ഒന്ന് വെന്ത് കിട്ടാനുള്ളൂ. എന്നാലും നല്ല ടേസ്റ്റ് കേട്ടോ ഈ ബീഫിന്. പക്ഷെ ചുവട് കട്ടിയുള്ള ചെമ്പെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കട്ടെ. കാരണം ഉച്ചയ്ക്ക് 1 മണിയായിട്ടുള്ള ടൈം നമ്മളൊക്കെ ടേബിളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് വിളമ്പിയെടുക്കണം. പിന്നെ നമ്മൾ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് ഉള്ളി സുർക്കയും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ അച്ചാറും കൂടെ ഉണ്ട്, നാരങ്ങ അച്ചാറും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ മന്തിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മയോണൈസും പിന്നെ തക്കാളി ചട്നിയും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് സാലഡിന് വേണ്ടിയിട്ട് കക്കരിക്കും ക്യാപ്സിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ കുട്ടി ഈ കക്കരിക്കും ഈ ക്യാരറ്റും കഴിച്ചില്ല. ലാസ്റ്റ് ഞാൻ മാത്രമായിട്ട് കഴിച്ച് തീർത്തത്. ഇവിടെ ഉള്ളവർക്ക് പച്ചക്കറിനോട് അത്രയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമുള്ള ആൾക്കാരല്ല. പിന്നെ നമ്മൾ ആവശ്യത്തിലുള്ള ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് വേണ്ടിയിട്ട് 2 തരം പുഡിങ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ട്രോബെറി വെച്ചുള്ള ഒരു പുഡിങ്ങാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് മറ്റൊരു ദിവസം ഇടുന്നതാണ്. പിന്നെ നമ്മൾ ഈ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കേക്ക് പുഡിങ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ പാർട്ടിക്കൊക്കെ പറ്റിയ നല്ല സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ ബിരിയാണിയൊക്കെ ഒന്ന് വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല കളർഫുൾ മന്തിയും നല്ല യെല്ലോ കളറിലുള്ള ബിരിയാണി, പിന്നെ നല്ല ബീഫ് റോസ്റ്റ്, പിന്നെ നമ്മുടെ തൈരല്ല കേട്ടോ, സുർക്കയും അച്ചാറും മയോണൈസും ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഇതിനിടയ്ക്ക് എല്ലാവരും ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കുക. നമുക്കിപ്പോൾ മെയിനായിട്ടുള്ളതല്ലോ ഒരു ഫുഡ് എടുത്ത് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ എടുക്കുക, സ്റ്റാറ്റസ് ഇട്ട്, അതായിട്ട് മെയിനായിട്ട് ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മൾ വിചാരിച്ചു ഡെസേർട്ട് ഒക്കെ നമ്മൾ മറ്റൊരു ടേബിളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 2 തരം പുഡിങ്ങും പിന്നെ അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റും സ്പൂണും വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ട്. അപ്പോൾ അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. കാരണം നമ്മുടെ ഭക്ഷണം വെക്കുന്ന ടേബിളിൽ നമുക്ക് സ്പേസും കുറവായിരിക്കും. നമ്മൾ ഒന്നിച്ച് നമ്മൾ ആരെന്ത് കഴിക്കും, എത്രത്തോളം കഴിക്കും നമുക്കറിയില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് കഴിക്കാം. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഒന്നും വേസ്റ്റ് ആയി പോകില്ല. നമുക്ക് ഇഷ്ടമുള്ളവരെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാമല്ലോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയൊരു വിരുന്നിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.